ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ദേവനെ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. ഇതൊരു 1 മാസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയത്. അപ്പം പ്ലേ സ്കൂളിലാണ് കേട്ടോ നമ്മൾ കുഞ്ഞിനെ ആക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരന് പോകണ്ടെന്നുള്ള ഒരു ഇതിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കരയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇതേ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനാണ് കേട്ടോ നമ്മൾ വിചാരിച്ചത്. അപ്പോൾ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സ്കൂളിൽ പോകുന്ന കാര്യം നമ്മൾ ഇന്നലെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ പുള്ളിക്ക് പോകണ്ടെന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഒന്ന് ഉഷാറായിട്ടുണ്ട്. പ്ലേ സ്കൂൾ വരുന്നത് ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ അതുവഴി നമുക്ക് വരായിരുന്നു. വലിയ ക്ലാസ്സസ് ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ എന്തായാലും ഇതുവഴി തന്നെ കയറി പോകാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ടായിരുന്നേ. ഈ ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗേറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഏത് ഗേറ്റിലൂടെ വരണമെന്ന് നമുക്ക് ആകെ കൂടെ കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ മെയിൻ ഗേറ്റ് വഴി വന്നപ്പോഴാണ് അതുവഴി വന്നാലല്ല പ്ലേ സ്കൂളിൻ്റെ അവിടെ എത്തുക, വേറൊരു ഗേറ്റ് വഴി വന്നാലാണെന്ന് നമ്മൾ അറിഞ്ഞത്. അങ്ങനെ ഇതാണ് കേട്ടോ ദേവൻ്റെ പ്ലേ സ്കൂള്. അപ്പോൾ ഇവിടെ LKG UKG പ്ലേ സ്കൂളും ആയിട്ടാണ്. അപ്പോൾ പ്ലേ സ്കൂളിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത്. മറ്റു കുട്ടികളായിട്ട് വേഗം മിങ്കിൾ ചെയ്യുന്ന ഒരു സ്വഭാവം ആയതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി ടീച്ചർ വിളിച്ചപ്പോഴേ അവിടെ ചെന്ന് ഇരുന്നു കേട്ടോ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ. പിന്നെ അവിടെ ചേർക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയും അച്ഛനും കൂടെ അത് നോക്കുകയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളെ കണ്ട ഉടനെ തിരിച്ചിറങ്ങി വരുമെന്ന് ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിന് മുന്നേ പോയിക്കൊണ്ടിരുന്ന പ്ലേ സ്കൂളിൽ ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവൻ ആദ്യമായിട്ടാണ് വൈകുന്നേരം വരെ ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ തൊട്ടാണ് കേട്ടോ നമ്മൾ റെഗുലറായിട്ട് വിടാൻ പോകുന്നത്. ഇന്ന് നമ്മൾ തിരിച്ച് തന്നെ കൊണ്ടുപോവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അധികം ദൂരം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂൾ ബസ്സിലാണ് കേട്ടോ ഇനി നാളെ മുതൽ വിടാൻ പോകുന്നത്. കുറേ നേരം കുട്ടികളുടെ കൂടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ ടീച്ചർ നമ്മളെ ക്ലാസ് റൂമും പ്ലേയിങ് ഏരിയ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ക്ലാസ് റൂമിൻ്റെ ഒക്കെ ബാക്കിലായിട്ടാണ് കേട്ടോ അവർ ഈ പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടും. ഇതൊക്കെ ഒന്ന് കണ്ടപ്പോഴത്തേക്ക് ഒന്ന് വണ്ടർ അടിച്ചെങ്കിലും പിന്നെ പുള്ളിക്ക് ഇതിലേക്കൊന്ന് കയറണമെന്നുള്ള ആഗ്രഹമായിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലതിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനകത്തൊക്കെ കയറി കളിക്കുന്നുണ്ട്. അപ്പോൾ നാളെ തൊട്ട് വലിയ വഴക്കില്ലാതെ വരുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഇതിൽ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ഒന്ന് മോട്ടിവേറ്റ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളിങ്ങി വന്നു കേട്ടോ. കുറച്ച് പൊക്കം കൂടുതലുള്ള കാരണം വന്നൊന്ന് വീണപ്പോൾ ഒന്ന് പേടിച്ചു. എങ്കിലും വലിയ പ്രശ്നമില്ലാതെ അടുത്തതിലും കയറണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ പാർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ആഗ്രഹവും താല്പര്യമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുള്ളിക്ക്. അപ്പോൾ എന്തായാലും ഇതിലൂടെ കയറിയിട്ട് നമ്മൾ എന്തായാലും സ്ഥലം വിടാൻ പോവുകയാണ്. ഇനി കുറച്ച് ഓഫീസ് കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് നേരെ ഇറങ്ങും കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ഇത് പാർക്കിലൊക്കെ പോയാൽ മാത്രമേ ഇങ്ങനെയുള്ള ഐറ്റംസ് കാണാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തായാലും സുഖമാണ്. സ്കൂളിൽ വരെയാണ് ഇതുപോലുള്ള പാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലൊക്കെ കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്ക് അവിടുന്ന് വരണമെന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു വിധത്തിൽ ചേച്ചി അവിടുന്ന് പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവൻ്റെ ക്ലാസ് റൂം ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ ക്ലാസ് റൂം വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കുഞ്ഞിനെയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നാളെ തൊട്ടേ നമ്മൾ വിടത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 1-2 സ്ഥലത്തൂടെ കയറാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോകുന്നത്. എനിക്ക് എന്തായാലും ഇതിനെപ്പറ്റി വലിയ ഐഡിയയും ധാരണയൊന്നുമില്ല. അപ്പം ഞാനും ദേവനും ചേട്ടനും കൂടെ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. കുറേ മണ്ണിരയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുതിയൊരു ചൂണ്ടയും മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പണ്ട് മീൻ വെട്ടുമ്പോൾ മീനിൻ്റെയൊക്കെ വായിന്ന് ഇതുപോലുള്ള ചൂണ്ട കിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ ചൂണ്ടയിൽ കൊരുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിതിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര അറപ്പാണ്. അപ്പോൾ ചെടി നടുന്ന സമയത്ത് ഒരെണ്ണത്തിനെങ്ങാനും കയ്യിൽ മുട്ടിയപ്പോലും എന്തോ ഒരു വല്ലായ്മയാണ് കേട്ടോ. മീൻ കിട്ടുമോ കിട്ടത്തില്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ആറിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ കൂടെ കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ പിടിച്ചുകൊണ്ട് കരയ്ക്കാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. ആറിൻ്റെ അടുത്തോട്ട് പോലും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മേളിൽ കയറി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ചേട്ടൻ ചൂണ്ടയിടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മീനെ കിട്ടുമെന്ന് യാതൊരുവിധ പ്രതീക്ഷയില്ലാതായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വെയിലുള്ളത് കാരണം നമ്മൾ കുടയും കൊണ്ട് കരയിലിരിക്കുകയായിരുന്നു. ഇതിലേക്കൂടെയൊക്കെ മീൻ കുഞ്ഞുങ്ങളൊക്കെ ചാടി പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചൂണ്ടയിൽ ഒരു മീൻ പോലും കൊളുത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ആഴം ഉള്ള സൈഡായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എന്തായാലും മീൻ കാണുമെന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് നമ്മൾ അവിടെ തന്നെ പോയി ചൂണ്ടയിട്ടത്. പക്ഷേ നമുക്ക് മീനൊന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ നോക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറിപ്പോയി കേട്ടോ. വീടിൻ്റെ തൊട്ടടുത്താണ് ആറ് വരുന്നത്. അപ്പോൾ നേരത്തെ ആരോ വലയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് എന്തൊക്കെയോ മീനും കുടുങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലയിട്ട് വെച്ചിരിക്കുന്ന കാണാം. വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ ഈ വല പൊക്കുമ്പം നമുക്ക് അതിൽ മീൻ കിടക്കുന്ന കാണാം കേട്ടോ. മീൻ കിട്ടത്തില്ലെന്നൊരു ധാരണയിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. വേറൊന്നുമല്ല, ഒന്ന് ചായ കുടിച്ചിട്ട് കയറാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ റോഡിലോട്ട് പോകാമെന്നുള്ള നിഗമനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്.
വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ബാംഗ്ലൂർ റോഡിൽ. ഞാനിവിടെ വന്നതിന് ശേഷം രണ്ടാമത്തെ തവണയാണ് കേട്ടോ അവിടെ പോകുന്നത്. അവിടെ സ്ഥലം കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്നുള്ള ധാരണയിലാണ് നമ്മൾ അങ്ങോട്ട് പോയത്. പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം വെട്ടം കുറഞ്ഞു വരികയായിരുന്നു. പിന്നെ ഉള്ള വെട്ടത്തിൽ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്നതിന് മുന്നേ ആണ് കേട്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മളിത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, രണ്ട് സൈഡിലും പൂക്കളൊക്കെ വീണ് കിടക്കുമ്പോൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഇപ്പം പൂക്കളൊന്നും ഇല്ലാത്ത കാരണമാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ പൂക്കളൊക്കെ വരുന്ന സമയത്ത് ഞാൻ എന്തായാലും ഒന്നും കൂടെ വന്ന് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നേരെ ചായക്കടയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെ 3-4 സ്റ്റോളുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു ചായക്കടയിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ബോളിയും ബോണ്ടയും ഒരുപാട് പൊരിപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും മുളക് ബജിയാണ് കേട്ടോ വാങ്ങിച്ചത്. അവിടെ ഇരിക്കാനൊക്കെ ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അവർ. പക്ഷേ അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒന്നും മിക്കവാറും കിട്ടാറില്ല. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ചായ കുടിച്ച് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇനി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ ബൈ ബൈ, സീ യു.